Hello students. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഗാർഡിംഗ് സാനിറ്ററി ലാൻഡ്ഫിൽ ആണ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് നമ്മളൊരു പ്രീവിയസ് ഡിസ്കഷൻ നടത്തിയിരുന്നതാണ് വെൻ വി വർ ഡിസ്കസിങ് റിഗാർഡിംഗ് ദ ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്. നമ്മൾ സാധാരണ ഓപ്പൺ ഡംപിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് സാധാരണ സോളിഡ് വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയി ഒരിടത്ത് ഡംപ് ചെയ്യാറാണ് പതിവ്. സോ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്? ഒന്ന്, ഇറ്റ് ആക്ട് ആസ് എ ബ്രീഡിംഗ് പ്ലേസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ആൻഡ് ഓർഗാനിസംസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ ലീച്ചിങ് അല്ലെങ്കിൽ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ലീച്ചിങ്. അതായത് വെൻ റെയിൻ വാട്ടർ ഓർ സ്റ്റോം വാട്ടർ കംസ് ടു ദാറ്റ് പെർട്ടിക്കുലർ സൈറ്റ്, വാട്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ വേസ്റ്റുമായിട്ട് മിക്സായി the toxic pollutants get leached away, it percolates into the groundwater, mixed with the groundwater and pollutes the groundwater. ഈ രണ്ട് എഫക്റ്റാണ് നിങ്ങളുടെ സാധാരണ ഓപ്പൺ ഡംപിങ്ങിൽ ഉണ്ടാകുന്നത്. സോ ഓപ്പൺ ഡംപിങ്ങിനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം? ഒന്ന്, നമുക്ക് ബ്രീഡിംഗ് പ്ലേസ് അല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോയിൽ കവർ പ്രൊവൈഡ് ചെയ്യും. അതായത് വിൽ ബി പ്രൊവൈഡിങ് എ തിക്ക് സോയിൽ കവർ അബൌവ് ദാറ്റ് പെർട്ടിക്കുലർ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു മെത്തേഡ് ഓഫ് സ്ട്രാറ്റജി. അത് ബ്രീഡിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെക്സ്റ്റ്, നമുക്ക് ലീച്ചേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ പ്രൊവൈഡ് എ പ്രൊട്ടക്റ്റീവ് ലൈനിങ് അറ്റ് ദി ബേസ്. അതായത് നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ലാൻഡിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലൈനിങ് പ്രൊവൈഡ് ചെയ്യുക, ഇംപെർമിബിൾ ആയിട്ടുള്ള ലൈനിങ്, സോ ദാറ്റ് യുവർ വാട്ടർ ഡസ് നോട്ട് പെർക്കുലേറ്റ്സ് ഇൻ ടു ദ ഗ്രൗണ്ട് വാട്ടർ. ഈ രണ്ട് സ്ട്രാറ്റജീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിനെയാണ് നമ്മൾ ലൈനർ എന്ന് പറയുന്നത്. മറ്റേ ബ്രീഡിംഗ് പ്ലേസ് അല്ലാതെ ബ്രീഡിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കവർ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള വേസ്റ്റിന് ചുറ്റും. അതിനെ നമ്മൾ കവർ എന്ന് വിളിക്കും. ഒന്നുമില്ല, ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ തിക്കായിട്ടുള്ള സോയിൽ ലെയർ വെച്ച് നമ്മൾ അന്നാന്ന് ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റിനെ കവർ ചെയ്യും. അതിനെയാണ് കവർ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ലൈനറും കവറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയർഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പണൻസ് എന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ കാണുന്ന ഈ ഫിഗർ ഒന്ന് ശരിക്കും കെയർഫുള്ളായിട്ടൊന്ന് നോക്കിക്കോ. നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഇതിൻ്റെ കോമ്പണൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണ് കോമ്പണൻസ് ഉള്ളത്. ആ കോമ്പണൻസിൻ്റെ ഡിസ്കഷനിലേക്കാണ് ഞാൻ നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് യു ക്യാൻ സീ ദ ടോപ്പിക് എസെൻഷ്യൽ കോമ്പണൻസ് ആണ് ഓഫ് എ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ലാൻഡ്ഫിലാണ്. നമ്മളൊരു സാനിറ്ററി ലാൻഡ്ഫിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എസെൻഷ്യൽ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം പറയുന്നത് ഒരു ലൈനർ സിസ്റ്റം അറ്റ് ദ ബേസ് ആണ് ആൻഡ് സൈഡ്. ഈ ലൈനർ നമ്മൾ ബേസിലും സൈഡിലും പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ദ മൈഗ്രേഷൻ ഓഫ് ലീഷേറ്റ് ഓർ ഗ്യാസ് ഇൻ ടു ദ സറൗണ്ടിങ് സോയിൽ. അതാണ് അതിൻ്റെ പർപ്പസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീഷേറ്റ് കളക്ഷൻ ആൻഡ് കൺട്രോൾ ഫെസിലിറ്റി ആണ് വിച്ച് കളക്ട്സ് ദ എക്സ്ട്രാക്ട്സ് ലീഷേറ്റ് ഫ്രം വിത്തിൻ. അതായത് നിങ്ങളുടെ ഈ ലീഷേറ്റ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള ആ വാട്ടർ, ഓക്കെ, വാട്ടർ ഫ്രം ദ പെർട്ടിക്കുലർ വേസ്റ്റ്, ഇത് നേരെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പൊല്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ പൈപ്പുകൾ ഉപയോഗിച്ച് യു വിൽ ബി കളക്ടിങ് ദാറ്റ് പെർട്ടിക്കുലർ വാട്ടർ ആൻഡ് യു വിൽ ബി ടേക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ വാട്ടർ ഔട്ട് ഫോർ ട്രീറ്റ്മെൻറ്റ്. അത് പിന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പല പർപ്പസസിന് വേണ്ടിയിട്ടും നോൺ ഡ്രിങ്കിങ് പർപ്പസസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം ആഫ്റ്റർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. അതാണ് ലീഷേറ്റ് കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഗ്യാസ് കളക്ഷൻ സിസ്റ്റം. നിങ്ങൾ ഈ വേസ്റ്റ് കൊണ്ട് ഡിസ്പോസ് ചെയ്ത സൈറ്റിൽ വാട്ട് ഹാപ്പൻസ്, ആ വേസ്റ്റ് നേരെ ഡി കെ ആയി അതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള കുറേ ഗ്യാസസ് റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, യു നീഡ് ടു റിലീസ് ദിസ് ഗ്യാസ്. ഈ ഗ്യാസിനെ നമുക്ക് പ്രോപ്പർലി വെൽസ് ഉപയോഗിച്ച് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് സോഴ്സ് ഓഫ് ഫ്യൂവൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എനർജി ഒരു എനർജി സോഴ്സായിട്ടും ഈ റിക്കവർ ചെയ്യുന്ന ഗ്യാസസിനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ സിസ്റ്റമാണ്. കവർ സിസ്റ്റം നമ്മളെപ്പോഴും നമ്മുടെ ലാൻഡ്ഫില്ലിൻ്റെ ടോപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുക. ഈ കവർ സിസ്റ്റത്തിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡ്രെയിനേജ് ആണ്. എഫക്റ്റീവ് ഡ്രെയിനേജ് എന്ന് പറയാൻ കാരണം ഒരിക്കലും അവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. ലാൻഡ്ഫിൽ സൈറ്റിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം സ്ലോലി ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു യുവർ പെർട്ടിക്കുലർ സോളിഡ് വേസ്റ്റ് ആണ്, സീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന വെള്ളത്തിനെയൊക്കെ പ്രോപ്പർ ഡ്രെയിനേജ് ഉപയോഗിച്ച് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയാണ് വി ആർ പ്രൊവൈഡിങ് ദിസ് കവർ. അപ്പോൾ ഈ കവർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ഇസ് റിമൂവ്ഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ സൈറ്റ്. അങ്ങനെയായിരിക്കും നമ്മൾ കവർ ഡിസൈൻ ചെയ്യുക. അതിൻ്റെ ഷേപ്പ് അങ്ങനെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ റോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റോഡിൻ്റെ സെൻട്രൽ ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് പൊക്കി നിർത്തിയേക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് ഒരു കർവേച്ചർ ഉണ്ട് റോഡിന്. അതിൻ്റെ സെൻട്രൽ പോർഷൻ കുറച്ച് ഹൈറ്റിലാണ്, സൈഡിലേക്ക് കുറച്ച് സ്ലോപ്പിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വെള്ളം സൈഡിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കവറിലും നമ്മൾ ഇതേ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിൽട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. വാട്ടർ ഒരിക്കലും ഇൻഫിൽട്രേറ്റ് ചെയ്ത് വേസ്റ്റിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇംപെർമിബിൾ ആയിട്ടുള്ള കവറായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലേ ലൈനേഴ്സ് അല്ലെങ്കിൽ ക്ലേ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കാരണം. അതല്ലെങ്കിൽ ജിയോ സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈലി ഇംപെർമിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്. പിന്നെ സപ്പോർട്ട് വെജിറ്റേഷൻ, അത് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പർപ്പസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ലാൻഡ്ഫിൽ സൈറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നിങ്ങളത് വല്ല പാർക്കോ ലോണോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സർഫസ് വെജിറ്റേഷന് വേണ്ടിയിട്ടാണ് ദ കവർ ഇസ് ഓൾസോ പ്രൊവൈഡഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് there will be a surface water drainage system. ഇതാണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടു റിമൂവ് ഓൾ ദി സർഫസ് വാട്ടർ ആണ്, സോ ദാറ്റ് ദർ ഇസ് നോ വാട്ടർ ദാറ്റ് ഇസ് ബീൻ കളക്റ്റഡ് ഓവർ ദറ്റ് പെർട്ടിക്കുലർ സൈറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു എൻവയൺമെൻറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. എൻവയൺമെൻറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വേസ്റ്റ് കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, യു നീഡ് ടു ചെക്ക് ദാറ്റ് വെദർ ഇറ്റ് ഇസ് അഫക്റ്റിംഗ് ദ സറൗണ്ടിങ് എൻവയൺമെൻറ്റ്, വെദർ ഇറ്റ് ഇസ് അഫക്റ്റിംഗ് ദ സോയിൽ സറൗണ്ടിങ്, വെദർ ഇറ്റ് ഇസ് അഫക്റ്റിംഗ് ദ ഗ്രൗണ്ട് വാട്ടർ സറൗണ്ടിങ്, വെദർ ഇറ്റ് ഇസ് അഫക്റ്റിംഗ് ദ എയർ സറൗണ്ടിങ്. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ആണ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. അതാണ് നെക്സ്റ്റ് എൻവയൺമെൻറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് എ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. നൗ ലെറ്റ് us see what are the very important things which has to be kept in mind while selecting a site for sanitary landfill. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലൊക്കേഷൻ ക്രൈറ്റീരിയ ആണ്. അതായത് ഒരു സൈറ്റ് സെലക്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ ലാൻഡ്ഫിൽ സൈറ്റ് ആയിട്ട്. സോ വാട്ട് ഓൾ ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഈ ക്രൈറ്റീരിയ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതോറിറ്റിയാണ്, ദാറ്റ് ഈസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്റ്റേറ്റ് ലെവലിലുണ്ട്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ ലെവലിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ആൻഡ് ഓൾ ദിസ് കംസ് അണ്ടർ ദി ആക്ട് ഓഫ് എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. സോ ദേ ആർ സെറ്റിംഗ് ഔട്ട് ദി ഗൈഡ് ലൈൻസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് റെഗുലേഷൻസ്. നൗ എന്തൊക്കെയാണ് നമുക്ക് പോയിന്റുകളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലേക്ക് ഓർ പോണ്ട് എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതായത് നോ ലാൻഡ്ഫിൽ ഷുഡ് ബി സിറ്റുവേറ്റഡ് നിയർ 200 മീറ്റേഴ്സ് ഓഫ് എനി ലേക്ക് ഓർ പോണ്ട്. ഒരു ലേക്കിനും പോണ്ടിനും അടുത്ത് ഒരു 200 മീറ്റർ റേഡിയസിൽ ഒരു ലാൻഡ്ഫിൽ സൈറ്റും വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളം നേരെ ആ ലേക്കിലോ പോണ്ടിലോ ആയിരിക്കും പോകാൻ സാധ്യത. സോ വാട്ട് ഹാപ്പൻസ്, അക്വാട്ടിക് ഓർഗാനിസംസ് ഗെറ്റ് അഫക്റ്റഡ്. ഇനി ആ ലേക്കിനെയോ പോണ്ടിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ദേ ഓൾസോ ഗെറ്റ് അഫക്റ്റഡ്. ഓക്കെ, ഇനി അഥവാ ഒരു 200 മീറ്റർ റേഡിയസിനുള്ളിൽ അഥവാ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 200 മീറ്റർ കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് ക്ലോസർ പ്രോക്സിമിറ്റിയിൽ ഇഫ് ദർ ഇസ് എ ലാൻഡ്ഫിൽ വിച്ച് ഇസ് കമ്മിങ്, ദെൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് നിങ്ങളുടെ ഒരു സർഫസ് വാട്ടർ മോണിറ്ററിംഗ് പ്രോഗ്രാം ഹാസ് ടു ബി അണ്ടർടേക്കൺ. അതായത് പ്രോപ്പർ വാട്ടർ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കണം. അതായത് വാട്ടർ ക്വാളിറ്റി പീരിയോഡിക് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ടെസ്റ്റ് ചെയ്യണം ഇൻ ദി സറൗണ്ടിങ് ഏരിയ, വെദർ എനി ലീക്കേജ് ഇസ് ദർ ഓർ നോട്ട്. അത് എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് നമുക്കൊരു റിവർ അടുത്തുണ്ടെങ്കിൽ എന്തായിരിക്കണം കൺസിഡറേഷൻ നോക്കാം. അതായത് നമ്മുടെ ലാൻഡ്ഫിൽ സൈറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു 100 മീറ്റേഴ്സ് അവേ ആയിരിക്കണം ഫ്രം എനി നാവിഗബിൾ റിവർ എന്നാണ് റെഗുലേഷൻ പറയുന്നത്. സോ 100 മീറ്റേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചെറിയ ചെറിയ കോംപ്രമൈസസ് ആവാം. അതായത് ഇഫ് ഇറ്റ് ഇസ് എ നോൺ മിയാൻഡറിങ് റിവർ ആണെങ്കിൽ, നോൺ മിയാൻഡറിങ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പാത്ത്. അതായത് ചില റിവേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്ത് ഒഴുകാൻ തുടങ്ങും. ഇത് സ്ലോലി ആയിരിക്കും ഒരു കർവേച്ചർ പോലെ ആദ്യം റിവറിന്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിവർ ചെറിയൊരു കർവേച്ചർ ഫോം ചെയ്യും. ആ കർവേച്ചർ പിന്നെ കൂടുതൽ കർവേച്ചറായി മാറും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി എൻ്റെ പാത്ത് ചേഞ്ച് ആയത് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ മിയാൻഡറിങ് ആയിട്ടുള്ള റിവേഴ്സും നോൺ മിയാൻഡറിങ് ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട്. മിയാൻഡറിങ് റിവേഴ്സ് ആണെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആണെന്ന് അർത്ഥം, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് എന്നർത്ഥം. നോൺ മിയാൻഡറിങ് ആണെങ്കിൽ ദർ ഇസ് നോ ഇഷ്യൂ, അതിൻ്റെ ബാങ്ക്സ് ഒക്കെ നല്ല പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ് ആണെന്ന് അർത്ഥം. സോ ഇഫ് യു ആർ ബ്രിങ്ങിങ് എ പെർട്ടിക്കുലർ നിങ്ങളുടെ വേസ്റ്റ് ഡിസ്പോസൽ ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ സൈറ്റ് ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ദാറ്റ് മച്ച് ബി എഫക്റ്റഡ് എന്നർത്ഥം. സോ ഒരു നോൺ മിയാൻഡറിങ് റിവർ ആണെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് എ കോംപ്രമൈസ് ഇൻ ദ ഡിസ്റ്റൻസ്, ബട്ട് ഇൻ നോ കേസ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 30 മീറ്റേഴ്സ്. മിനിമം 30 മീറ്റർ എന്തായാലും നിങ്ങൾ ദൂരത്തിലായിരിക്കണം ഫ്രം ദാറ്റ് ഓഫ് യർ പെർട്ടിക്കുലർ റിവർ. ദാറ്റ് ഇസ് വാട്ട് ദേ സേ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് പ്ലെയിൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക നമ്മുടെ ഈ വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിൽ. അതായത് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലഡ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. അതായത് അടുത്ത് വല്ല റിവർ ഉണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ മേജർ റിവേഴ്സ്, അതായത് ഇപ്പോൾ ഗംഗ റിവർ, യമുന റിവർ, ബ്രഹ്മപുത്ര, ഘാഗ്ര, ഗോംതി, നോർത്ത് ഇന്ത്യയിലുള്ള ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആ ഭാഗമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലഡ് പ്ലെയിൻസ് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ദേ വിൽ ബി റിസീവിങ്, അല്ലെങ്കിൽ എല്ലാ സമ്മർ സീസണിലും ജൂൺ മാസങ്ങളിൽ ആ പെർട്ടിക്കുലർ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സസെപ്റ്റിബിൾ ടു ഇറ്റ് ഓൾവേസ് എക്സ്പീരിയൻസസ് ആ ഫ്ലഡ് ആണ്. സോ അതിനെ ഫ്ലഡ് പ്രോൺ റീജിയൻ എന്ന് പറയും. അപ്പോൾ ഫ്ലഡ് പ്രോൺ റീജിയൻസിൽ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, അതും റിവറിന് ക്ലോസ് ആയിട്ട് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫ്ലഡ്, ആ ചുറ്റും വരുന്ന വെള്ളം പോയ്സണസും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സോ ദാറ്റ് വിൽ ബി ദി ഇഫക്റ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിൽ വെള്ളം കയറി ആകെ ലീക്കായി വേസ്റ്റും ടോക്സിസിറ്റിയും ഒക്കെ ആയിട്ട് സറൗണ്ടിങ്സിലേക്കൊക്കെ സ്പ്രെഡ് ആവും.
ഓക്കെ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസിൽ ഒരിക്കലും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് പ്രൊവൈഡ് ചെയ്യില്ല. അത് പിന്നെ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ അഥവാ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എംബാങ്ക്മെൻറ്റ്സ് ആണ്. എംബാങ്ക്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ്സ്, അതായത് ആ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വലിയ വലിയ മതിലുകളും തൂണുകളും ഒക്കെ പണിഞ്ഞ് എംബാങ്ക്മെൻറ്റ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വി വിൽ ബി പ്രൊട്ടക്ടിങ് ദാറ്റ് പെർട്ടിക്കുലർ വാട്ടർ വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഹൈവേനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഹൈവേ ഉണ്ടെങ്കിൽ ആ ഹൈവേയുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഒരിക്കലും ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് വരാൻ പാടില്ല. പറയുന്നത് 200 മീറ്റർ അകലെയെങ്കിലും ആയിരിക്കണം നിങ്ങളുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അതിലും ചില കോംപ്രമൈസസ് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രീസൊക്കെ ഉപയോഗിച്ച് ഒരു പ്രോപ്പർ സ്ക്രീനിങ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്ന ആ സൈറ്റിന് ചുറ്റും നല്ലപോലെ ചെടികളും അതുപോലെ തന്നെ നല്ല ട്രീസ് വെച്ചൊരു കവർ പ്രൊട്ടക്റ്റീവ് കവർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഓക്കെ എന്നാണ്. കോംപ്രമൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് 200 മീറ്റേഴ്സ് എന്നുള്ളത് ഇറ്റ് കൻ ബി റെഡ്യൂസ്ഡ് ടു 100-150 മീറ്റേഴ്സ് ആൻഡ് ഓൾ, ബട്ട് നത്തിങ് ഇസ് കോംപ്രമൈസബിൾ ബിലോ 50 മീറ്റേഴ്സ്. 50 മീറ്റേഴ്സ് സ്പേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി പ്രൊവൈഡഡ്, ദാറ്റ് ഇസ് മാൻഡേറ്ററി. ഓക്കെ. സോ ഇതാണ് ഹൈവേനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹാബിറ്റേഷൻ ഏരിയ ആൻഡ് പബ്ലിക് പാർക്സ് ആണ്. അതായത് നിങ്ങളുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി കെപ്റ്റ് അറ്റ് സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ് ആണ് ഫ്രം യുവർ ഹാബിറ്റബിൾ ഏരിയാസ്. അതായത് ലിവിങ് സൊസൈറ്റിയിൽ നിന്നും ഒരു ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കണം, കമ്മ്യൂണിറ്റീസിൽ നിന്നും ഇത്രയും സ്പേസിങ്ങിലായിരിക്കണം നിങ്ങളുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് എന്ന് പറയുന്നത്. പബ്ലിക് പാർക്കുകൾ എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് 2 പോയിന്റ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ക്രിട്ടിക്കൽ ഹാബിറ്റാറ്റ് ഏരിയ. ക്രിട്ടിക്കൽ ഹാബിറ്റാറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയാസ് എന്ന് പറയുന്നത് ദേ ആർ എക്കോളജിക്കലി വെരി സെൻസിറ്റീവ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്ന് പറയാൻ കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സുകളാണ്. അതായത് ഇറ്റ് ഹാസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് വിച്ച് ആർ ലിവിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എൻവയൺമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് സ്പീഷീസ് വിച്ച് ആർ ഇൻ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നർത്ഥം. സോ IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, വൾണറബിൾ ആയിട്ടുള്ള സ്പീഷീസ്, നിയർലി എൻഡേഞ്ചേർഡ് അങ്ങനെയുള്ള സ്പീഷീസിൻ്റെ ലിസ്റ്റൊക്കെ എടുക്കുന്നത്. അതായത് ഏതൊക്കെ സ്പീഷീസാണ് വംശനാശം നേരിടുന്നതെന്നുള്ള ലിസ്റ്റൊക്കെ റിലീസ് ചെയ്യുന്നത് ഈ IUCN എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഓക്കെ. സോ ലയൺ ടെയിൽഡ് മെക്കാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിംഹവാലൻ കുരങ്ങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അതുപോലെ റോയൽ ബംഗാൾ ടൈഗേഴ്സ്, ഏഷ്യാറ്റിക് ലയൺസ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻ ദി സ്റ്റേജ് ഓഫ് എൻഡേഞ്ചർ ആണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ദേ നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള സ്പീഷീസൊക്കെ വസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വളരെ ദൂരെയായിരിക്കണം നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. സെയിം വേ ഫോർ വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങൾ. അതായത് ജസ്റ്റ് എവിടെയൊക്കെ വാട്ടർ, അതായത് ലാർജ് വാട്ടർ റിസർവയേഴ്സ്, വാട്ടർ ബോഡീസിനെയൊക്കെയാണ് നമ്മൾ ഈ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന കാറ്റഗറീസിൽ പറയുന്നത്. അതായത് ഒരു ഡാം ഒരു വെറ്റ്ലാൻഡാണ്, ഒരു റിവർ ഒരു വെറ്റ്ലാൻഡാണ്, ഒരു പോണ്ട് ഒരു വെറ്റ്ലാൻഡാണ്, പല എന്താണ് ഫോർ എക്സാമ്പിൾ കണ്ടൽ വനങ്ങൾ ചിലത് ഒരു വെറ്റ്ലാൻഡ്സ് ആണ്, ഡെൽറ്റാസ് വെറ്റ്ലാൻഡ്സ് ആണ്. കാരണം ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേർ എവർ ഇറ്റ് ഇസ് അവൈലബിൾ ദാറ്റ് യു ക്ലാസിഫൈ ഇറ്റ് ആസ് വെറ്റ്ലാൻഡ്സ്. ഓക്കെ. അപ്പം ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റാംസർ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്. ആ റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ്ലാൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സ്, അതായത് നമ്മുടെ ഈ വെള്ളമുള്ള സ്ഥലങ്ങൾ, അതായത് ഈ വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നു എർത്തിൻ്റെ സർഫസിൽ. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റാംസർ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്പ്രൗട്ടിംഗ് ഗ്രൗണ്ട് ഫോർ മെനി ഓഫ് ദി ബയോഡൈവേഴ്സിറ്റീസ് ആയിരിക്കും. യു വിൽ സീ എ ലാർജ് അക്യുമുലേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദോസ് ഏരിയാസ്. അപ്പോൾ ദേ ആർ എക്കോ സെൻസിറ്റീവ് ആൻഡ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വർക്കിംഗ് ഓവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സൈറ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ മാൻഡേറ്ററി പ്രൊവിഷൻ ദാറ്റ് all the municipal landfills or municipal solid waste disposal site has to be kept at a sufficient distance from all these regions which are having a very ecological importance. Okay, so that's regarding. നെക്സ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വളരെ ക്ലോസർ ടു ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ യു ഷുഡ് അവോയ്ഡ് എസ്റ്റാബ്ലിഷിങ് എ ലാൻഡ്ഫിൽ ഓവർ ദാറ്റ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും,
വാട്ടർ, അതായത് നിങ്ങളുടെ സർഫസിനോട് വളരെ ക്ലോസറാണ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആ വാട്ടർ പലപ്പോഴും ഇറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു യുവർ പെർട്ടിക്കുലർ സീവേജ് ഫെസിലിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിലേക്ക് കയറാനും അതുമായിട്ട് ഇൻ്റർമിക്സ് ആവാനും ആകെ പൊല്യൂട്ട് ചെയ്യാനും ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് 2 meters താഴെയാണെങ്കിൽ 2 meters താഴെയാണ് നിങ്ങളുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ദറ്റ് പെർട്ടിക്കുലർ സൈറ്റ്. ഒരു 10 meters ഡെപ്തിലൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ പ്രൊവൈഡ് ദറ്റ് പെർട്ടിക്കുലർ റീജിയൻ ഫോർ യുവർ ലാൻഡ്ഫിൽ. പിന്നെ എയർപോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർപോർട്ടിൻ്റെ എത്ര വിസിനിറ്റിയിലായിരിക്കണം നിങ്ങളുടെ ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്, ദാറ്റ് ആർ റെഗുലേഷൻസ് വിച്ച് ആർ പുട്ട് ഫോർവേഡ് ബൈ മിനിസ്ട്രി ഓഫ് MOEF എന്ന് എഴുതിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പിന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പിന്നെ ഏവിയേഷൻ അതോറിറ്റീസ് എന്ന് പറയുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവരൊക്കെയാണ് അതിനുള്ള റെഗുലേഷൻസ് ഒക്കെ നമുക്ക് തരിക. അതായത് എയർപോർട്ടിൻ്റെ എത്ര ഡിസ്റ്റൻസിലായിരിക്കണം നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് വേണ്ടത് എന്നുള്ളത്. പിന്നെ വാട്ടർ സപ്ലൈ വെല്ലിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലായിരിക്കണം നിങ്ങളുടെ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീസൺ ഓബ്വിയസ് ആണ്, ലീച്ചിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വെള്ളം നിങ്ങളുടെ വാട്ടർ ബോഡീസിലേക്ക് റീച്ച് ആവാൻ സാധ്യതയുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രിങ്കിങ് വാട്ടർ വെല്ലിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കണം. ആ മിനിമം ഒരു 7 meter ഡിസ്റ്റൻസിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾ പഠിക്കുന്നില്ലേ, ഒരു റെഗുലേഷൻ നിങ്ങൾ പഠിക്കുന്നില്ലേ കേരള ബിൽഡിംഗ് റൂൾസ് പ്രകാരം. അപ്പോൾ അതേപോലെ ഉള്ള റെഗുലേഷൻസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ദിസ് വാട്ടർ വിൽ ബി percolating or traveling through your soil. Okay, അതപ്പോൾ ഇറ്റ് ക്യാൻ ട്രാവൽ ഇൻ എനി ഡയറക്ഷൻ. സോ നിയർബൈ വാട്ടർ ബോഡീസിനെയൊക്കെ പൊല്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൈറ്റ് ക്യാരക്ടറൈസേഷൻ ആണ്. വി ആർ ഗോയിങ് ടു ക്യാരക്ടറൈസ് അവർ സൈറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം. അതായത് നമ്മുടെ സൈറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സൈറ്റ് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ, വെദർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ ലാൻഡ്ഫിൽ എന്നുള്ളത്. സോ വാട്ട് ഓൾ തിങ്സ് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെയായിരിക്കും നമ്മൾ അതിനകത്ത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ദ ഔട്ട്പുട്ട് ഫ്രം സച്ച് ആൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി yielding സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് ദി സബ് സോയിൽ. അതായത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര ഡെപ്തിലാണ് ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് അവൈലബിൾ എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് ദി സബ് സോയിൽ എന്ന് പറയുക. ഓക്കെ, സ്ട്രാറ്റ വൈസ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുക. ദ നെക്സ്റ്റ് വൺ ഡെപ്ത് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത് എവിടെയാണ്, ബെഡ് റോക്കിൻ്റെ ഡെപ്ത് എവിടെയാണ്, ഓരോ സോയിൽ ലെയറിൻ്റെയും പെർമിബിലിറ്റി എത്രയാണ്, പിന്നെ സ്ട്രെങ്ത് ആൻഡ് കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെങ്ത് എത്രയാണ്, കൺഫൈൻഡ് അതുപോലെ തന്നെ അതിൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്താണ്, ബിയറിംഗ് കപ്പാസിറ്റി എന്തുമാത്രമാണ്, ഇങ്ങനെയുള്ള സ്ട്രെങ്ത് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടീസ്, ഫോർ എക്സാമ്പിൾ കൺസോളിഡേഷൻ്റെ ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ദി സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കംപ്രഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് കംപ്രസിബിലിറ്റി, പിന്നെ കംപ്രഷൻ ഇൻഡെക്സ്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നതിനാണ് കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ദി സോയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്നതിന്. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സ്റ്റെൻറ്റ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ലൈനറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ, ഡ്രെയിനേജിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രെയിനേജ് മെറ്റീരിയലിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ്, പിന്നെ ടോപ്പ് സോയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്, ഇതൊക്കെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് എത്ര ഡെപ്തിലാണ് കണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ വി നീഡ് ടു മേക്ക് എൻഷുർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഇസ് മെയ്ഡ് അവൈലബിൾ ഫ്രം ദി നിയർ ബൈ ഏരിയാസ് ഇറ്റ്സെൽഫ് സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുപാടുമുള്ള സ്ഥലത്തിൻ്റെ സോയിൽ സ്റ്റഡി ഒന്ന് നടത്തിയിരിക്കും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ഹൈഡ്രോ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, സീസൺ അനുസരിച്ച് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എങ്ങനെ വേരി ചെയ്യുന്നു, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഫ്ലോ ഡയറക്ഷൻ എന്താണ്, ഏത് ഡയറക്ഷനിലാണ് അത് ഒഴുകുന്നത്, ഇസ് ഇറ്റ് ടുവേർഡ്സ് എനി പെർട്ടിക്കുലർ റിവർ ഓർ ഇസ് ഇറ്റ് ടുവേർഡ്സ് എനി പെർട്ടിക്കുലർ വാട്ടർ ബോഡി, ബേസ് ലൈൻ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, വിച്ച് മീൻസ് what is the dissolved oxygen content, what is the chloride content, what is the alkalinity, what is the acidity, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വി വിൽ ബി സ്റ്റഡി. അതിനെ ബേസ് ലൈൻ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി എന്ന് വിളിക്കാൻ കാരണം ഒരു ലാൻഡ്ഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ വാട്ടറിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് സ്റ്റഡി ചെയ്യും. അതിനെയാണ് ബേസ് ലൈൻ സ്റ്റഡി എന്ന് പറയുക. അതായത് ബിഫോർ എനി ലാൻഡ്ഫിൽ ഇസ് been constructed there, we are studying what are the baseline parameters. Okay,
അപ്പോൾ അവിടുത്തെ ക്ലോറൈഡ് കണ്ടൻറ്റ്, ആസിഡിറ്റി, അവിടുത്തെ ആൽക്കലൈനിറ്റി, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കോളിഫോം ബാക്ടീരിയ, കോളിഫോം കണ്ടൻറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ സ്റ്റഡി ചെയ്ത് വി വിൽ ബി ഇവാലുവേറ്റിംഗ് വാട്ട് ഇസ് ദി കണ്ടീഷൻ പ്രയർ ടു ദാറ്റ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പോഗ്രാഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് അവിടുത്തെ കോൺടൂർ എങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലാൻഡ് ഫിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ലാർജ് എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് ദാറ്റ് വിൽ ബി റിക്വയർഡ്. സോ ഈ എർത്ത് വർക്കിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അതായത് ഹൗ മച്ച് വുഡ് ബി ദ എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് പെർട്ടിക്കുലർ ലാൻഡ് ഫിൽ ഓവർ ദാറ്റ്, ഇത് നമ്മൾ പ്രീ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ അതിന് വേണ്ട മെഷീനറീസും അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും അതിന് വേണ്ട കോസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടോപ്പോഗ്രാഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വുഡ് ബി അണ്ടർടേക്കൺ. എത്രയാണ് അവിടുത്തെ അതായത് വാട്ട് ഇസ് ദി ലാൻഡ്, എങ്ങനെയാണ് ലാൻഡിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഹൈഡ്രോ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ടും സ്റ്റഡി ചെയ്യുന്നത് വാട്ട് ഈസ് ദി റൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്, അതാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതായത് നമ്മൾ ലാൻഡ് ഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന സൈറ്റിൽ എന്തുമാത്രം വെള്ളം, for example during a storm, how much amount of water can get collected over that particular region, what would be the average runoff in that particular region, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ then only we will be able to design the number of ditches and the number of canals and the number of diversion drainage facilities which need to be provided. കാരണം നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ് that particular region should not hold any amount of water. അതായത് during a storm entire water which is coming into that particular region of landfill has to be separated out and has to be removed away. അതായത് വാട്ടറിന് ആ സൈറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്തേ പറ്റൂ. സോ സിൻസ് വി വോണ്ട് ടു റിമൂവ് ദാറ്റ് വി നീഡ് ടു പ്രൊവൈഡ് an extensive system of ditches and connecting canals. അതുകൊണ്ട് തന്നെ എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വരുന്നുണ്ടെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഡ്യൂറിങ് എ സ്റ്റോം, ഡ്യൂറിങ് ഫ്ലഡ് സിറ്റുവേഷൻസ്. ഇതൊക്കെ പല പല സീസൺസിൽ വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് പെർട്ടിക്കുലർ സൈറ്റ് ഇസ് എക്സ്പോസ് ടു, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി വെരി എസെൻഷ്യൽ വെൻ യു ആർ ഗോയിങ് ടു ഡിസൈൻ ദി ഡ്രെയിനേജ് ഫെസിലിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്, ആൻഡ് ജിയോളജിക്കൽ ആൻഡ് സെയ്സ്മിക് ഇൻവെസ്റ്റിഗേഷൻ. സോ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ റോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നു, അതിനെയാണ് ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സൈസ്മിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് റോക്ക് ഇസ് പ്രസൻറ്റ്, ഇസ് ദർ എനി ഫോൾട്ട് ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ദറ്റ് പെർട്ടിക്കുലർ റോക്ക്. ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റപ്ചർ ഏരിയാസ് ഇൻ റോക്ക്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എർത്ത് ക്വേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. സോ സൈസ്മിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എൻവയൺമെൻറ്റൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ എൻവയൺമെൻറ്റൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഫ്രം നിയർ ബൈ വെൽ, അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലാൻഡ് ഫിൽ സൈറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റിന് വളരെ ക്ലോസർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നിയർ ബൈ വെല്ലിൽ പോയിട്ട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യും. അതായത് മാസം നമ്മൾ കളക്ട് ചെയ്യും, 3-4 സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും ഐഡൻറ്റിഫൈ ചെയ്യും. വാട്ട് ഇസ് ദ ക്ലോറൈഡ് കണ്ടൻറ്റ്, വാട്ട് ഇസ് ദി സൾഫേറ്റ് കണ്ടൻറ്റ്, വാട്ട് ഇസ് ദി അയൺ കണ്ടൻറ്റ്, വാട്ട് ഇസ് ദി ആൽക്കലൈനിറ്റി, ആസിഡിറ്റി, BOD, COD, കോളിഫോം കണ്ടൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെദർ ഇറ്റ് ഇസ് പോർട്ടബിൾ, അതായത് ഡ്രിങ്കിങ് റേഞ്ചിലാണോ എന്നുള്ളത് നമ്മൾ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ലീക്കേജസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സർഫസ് വാട്ടർ ക്വാളിറ്റി. സർഫസ് വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ആയിട്ടുള്ള ഈ വെല്ലിലെ വാട്ടർ സാമ്പിൾ ചെയ്യാതെ നമുക്കൊരു പോണ്ടിലെയോ റിവറിലെയോ വാട്ടറും നമുക്ക് പീരിയോഡിക് ആയിട്ട് സാമ്പിൾ ചെയ്യാൻ പറ്റും. വി വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് പൊല്യൂഷൻ ദാറ്റ് ഇസ് കോസ്ഡ് ബൈ മുനിസിപ്പൽ ലാൻഡ് ഫിൽ സൈറ്റാണ്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ഇപ്പോൾ ലാൻഡ് ഫില്ലിൻ്റെ കേസിൽ മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങളൊരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രി വരികയാണ്, ആ ഇൻഡസ്ട്രി വരികയാണെങ്കിൽ ഒരു റിവറിൻ്റെ സീഷോറിലല്ല ഒരു റിവറിൻ്റെ ഷോറിലാണ് ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി കാരണം ആ റിവറിൽ എന്തെങ്കിലും പൊല്യൂഷൻ വരുന്നുണ്ടോ ഇത് നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് റിവർ ഗംഗയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഡെൻസ്ലി പൊല്യൂട്ടഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദി ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അതുമാത്രമല്ല 3-4 ഇൻഡസ്ട്രിയൽ സോണിലൂടെയാണ് ഇറ്റ് ഈസ് പാസിങ്. ഓക്കെ, കാൻപൂർ ബെൽറ്റിലൂടെയൊക്കെയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. ഇറ്റ് ഈസ് എ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് സോണാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് ഡിസ്പോസലൊക്കെ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ റിവർ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ റിവറിൽ പീരിയോഡിക്കായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, അതായത് വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റിവർ എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യും റിവർ, ആ പെർട്ടിക്കുലർ ലാൻഡ്ഫിൽ സൈറ്റിന് അടുത്ത് ഏതെങ്കിലും റിവർ ഒഴുകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോണ്ട് ഉണ്ടെങ്കിൽ ആ പോണ്ടിലെ വാട്ടർ ക്വാളിറ്റീസ് നമ്മൾ പീരിയോഡിക്കായിട്ട് ടെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ലാൻഡ്ഫിൽ ഗ്യാസ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഇൻസ്പെക്ഷൻ വെൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതായത് ഗ്യാസ് മോണിറ്ററിംഗ് വെൽസും വാട്ടർ ഇൻസ്പെക്ഷൻ വെൽസും. അപ്പോൾ ഗ്യാസ് മോണിറ്ററിംഗ് വെൽസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീക്കേജ് ഗ്യാസസ്, എന്തെങ്കിലും ഗ്യാസ് ലീക്ക് ചെയ്താൽ ലാൻഡ്ഫില്ലിലുള്ളത് പുറത്തേക്ക് വരുന്നുണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ മീത്തേൻ ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ നിങ്ങളുടെ സറൗണ്ടിങ് സോയിലിലേക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ sometimes what happens, these gases it can also adhere to that of your water molecules ആണ്, and it can turn your water to toxic. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് അഡ്വൈസബിൾ. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണത്. ദെൻ ഡസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ഓർഡർ, മണം, അതായത് സ്മെല്ല്, ഈ വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിൻ്റെ ആ സ്മെല്ലെന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റീസിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ടോ എന്ന് പീരിയോഡിക്കായിട്ട് ഇൻസ്പെക്ട് ചെയ്യും. നോയ്സ് ലെവൽ ഇൻസ്പെക്ട് ചെയ്യും. വെജിറ്റേറ്റീവ് കവർ എത്രയാണ്, അതായത് ഒരു സഫീഷ്യൻറ്റ് ഗ്രീനറി. പലപ്പോഴും ഇങ്ങനെയുള്ള വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിന് ചുറ്റും നമ്മളൊരു ഹ്യൂജ് ബെൽറ്റ് ഓഫ് ട്രീസ് കൺസ്ട്രക്ട് ചെയ്യും. ഈ ട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ആക്ടിങ് ആസ് എ ബഫർ സോൺസ് ആണ്. ബഫർ എന്ന് പറഞ്ഞാൽ ദേ അബ്സോർബ് ദ ഷോക്സ്, ദേ അബ്സോർബ് ദ എഫക്റ്റ് എന്നർത്ഥം. അപ്പോൾ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഈ ഓർഡറും ഓർഡർ ഫൗൾ സ്മെൽസും what happens, it will be trapped by these trees, and it will not allow that particular smell to enter into the community. അപ്പോൾ അങ്ങനൊരു സർവീസാണ് നിങ്ങളുടെ ഈ വെജിറ്റേറ്റീവ് കവർ ഓഫർ ചെയ്യുന്നത്. സോ പീരിയോഡിക്കായിട്ട് വെജിറ്റേറ്റീവ് കവറിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഇസ് ഇറ്റ് ഇൻക്രീസിങ്, ഇസ് ഇറ്റ് ഡിക്രീസിങ്, ഇങ്ങനെയുള്ള ഇവാലുവേഷൻസ് ഒക്കെ നമ്മൾ നടത്തും. സോ ഇതൊക്കെയാണ് എൻവയൺമെൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പീക്ക് ട്രാഫിക് വോള്യൂം ആണ്. അതുമാത്രമല്ല ക്വാളിറ്റി ഓഫ് ദ എക്സിസ്റ്റിംഗ് റോഡ് എന്താണ്, ആ ലാൻഡ്ഫില്ലിലേക്ക് വരുന്ന റോഡിൻ്റെ കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യലാണ് നമ്മൾ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ലാൻഡ്ഫിൽ അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഹ്യൂജ് നമ്പർ ഓഫ് ട്രക്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ആ പെർട്ടിക്കുലർ റീജിയനിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും. സോ വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് ദി റോഡ്, വിൽ ദ റോഡ് ബി ഏബിൾ ടു ക്യാരി ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് ലോഡ്സ്, അതുമാത്രമല്ല will that road having sufficient width to carry that much amount of traffic, is there any chance of expansion of that particular road, അങ്ങനെ chance of expansion ഉണ്ടെങ്കിൽ will it hamper the communities which are living in the surroundings. അതായത് when you introduce that particular landfill into any particular region, it should cause minimum disturbance to the public and to the environment. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത്. സോ മിനിമം ട്രാഫിക് ഡിസ്റ്റർബൻസ് കോസ് ചെയ്യുന്ന രീതിയിൽ വി ഷുഡ് ബി ഏബിൾ ടു കണ്ടക്ട് ദി ലാൻഡ്ഫിൽ ഓപ്പറേഷൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വേസ്റ്റ് ക്യാരക്ടറൈസേഷൻ ആണ്. വേസ്റ്റ് ക്യാരക്ടറൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ വി വിൽ ബി ക്യാരക്ടറൈസിങ് ദി വേസ്റ്റ് on the basis of its composition, its physical properties, its chemical properties, its biological properties, and geotechnical properties, thermal properties, toxic properties, different properties we can characterize it, and this will be taken care by environmental impact assessment സ്റ്റഡീസ് ആണ്. അതായത് നമ്മളെപ്പോഴും ഈ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് കൊണ്ട് എന്ത് ഇഫക്റ്റാണ് ആ എൻവയൺമെൻറ്റിൽ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേസ്റ്റ് ക്യാരക്ടറൈസേഷൻ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ യു ക്യാൻ സീ ലീഷേറ്റ് ഇൻവെസ്റ്റിഗേഷൻ. ലീഷേറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ലാൻഡ്ഫില്ലിൻ്റെ താഴെ അല്ലെങ്കിൽ ലാൻഡ്ഫില്ലിൽ വേസ്റ്റിനകത്ത് വെള്ളം ഇൻട്രാക്ട് ചെയ്ത് വെള്ളം പൊല്യൂട്ടായ വെള്ളം നേരെ താഴേക്ക് വരും. താഴേക്ക് വരുന്ന വെള്ളത്തിന് നേരെ നിങ്ങൾ സോയിലിലേക്ക് പെർക്കുലേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ നിങ്ങളൊരു ലീഷേറ്റ് കളക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച്, ഒരു സിസ്റ്റം ഓഫ് നെറ്റ്വർക്ക് ഓഫ് പൈപ്പ്സ് ഉപയോഗിച്ച് നിങ്ങൾ ആ വാട്ടറിനെ മൊത്തം കളക്ട് ചെയ്ത് നിങ്ങളതിനെ പ്യൂരിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്ത് പിന്നെയും ഫെർദർ റീയൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത് ആണല്ലോ. സോ നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ ഹാവ് എ പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി പെർട്ടിക്കുലർ ലീഷേറ്റ്. ആ ലീഷേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അതാണ് ലീഷേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്ദേശിക്കുന്നത്. യു വിൽ ബി സ്റ്റഡിങ് അബൌട്ട് വാട്ട് ഈസ് ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, വാട്ട് ഈസ് ഇറ്റ്സ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറ്, അതിൻ്റെ ടർബിഡിറ്റി, അതിൻ്റെ ഓർഡർ, ടേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അതിൻ്റെ physical properties എന്ന് പറയുന്നത്. whereas when you come to that of its chemical properties, അതിൻ്റെ ടോക്സിസിറ്റി, അതിൻ്റെ ആൽക്കലൈനിറ്റി, അസിഡിറ്റി, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പഠിക്കുന്നതാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ലീഷേറ്റ് ഇൻവെസ്റ്റിഗേഷനും ഇറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് when you study this landfill site. Okay,
So that's all. ഇതാണ് നിങ്ങളുടെ numerous number of investigations that you undertake in a landfill site. Okay. So that's all for today's discussion. And now we'll discuss either different components of a sanitary landfill, then what are the conditions or what are the regulations which has to be kept in mind while selecting a site for this landfill, and also we discussed regarding what all investigations we have to undertake in a landfill site. Okay, so ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത topic. So that's all. Thank you.